അറബ് രാജ്യങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ യുദ്ധത്തിന് ശേഷം, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തലിന് ശേഷം ഇറാൻ നൽകിയിരിക്കുകയാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം, ലോക ബാങ്കിലുള്ള അറബികളുടെ നിക്ഷേപങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കണം എന്നുള്ള, ഇത് മുൻപേ ഇറാൻ അത് പറഞ്ഞതാണ്. അതിൻ്റെ ആവർത്തനങ്ങൾ ഇപ്പോൾ പറയുന്നു. പരമാവധി അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ, വ്യവസായികൾ, സമ്പന്നർ, ഇവരെല്ലാം ദശകോടികളുടെ നിക്ഷേപങ്ങളാണ് ലോക ബാങ്കിൽ നടത്തുന്നത്. അതിൽ അവർ ഇൻട്രസ്റ്റ് വാങ്ങുന്നില്ല. ആ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആയുധ നിർമ്മാണം കാര്യങ്ങളൊക്കെ ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതിന് സൗകര്യ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നത് വളരെ വൈകിയാണ് മനസ്സിലായത്, അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായത്. എന്നിട്ടും അവിടെ പണം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. അത് ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണം. അത് ഇസ്രായേലിനെ ഒരു ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം. ഇസ്രായേലിലേക്ക് വരുന്ന വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നതിൽ എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് വരുന്നത്, എന്തൊക്കെയായിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തണം. അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും റദ്ദ് ചെയ്യണം. അതിന് തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തുറന്നു പറയുന്ന ഒരു സംവിധാനങ്ങൾ വേണം. ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.